ഇന്ന് ഹനുമാനെ കുറിച്ചൊരു കഥ പറയാട്ടോ. ഹനുമാൻ എന്നുള്ള പേര് എങ്ങനെയാണ് ലഭിച്ചത് എന്ന് നോക്കാം. അപ്പൊ അദ്ദേഹത്തിന്റെ ജനനം തന്നെയാണ് പറയണത്. വാനരനായിട്ടുള്ള കേസരിക്കും അഞ്ജനയ്ക്കും പുത്രനായിട്ടാണ് ഹനുമാൻ ജനിക്കുന്നത് കേട്ടോ. അഞ്ജനയുടെ പുത്രനായതുകൊണ്ട് തന്നെ ആഞ്ജനേയൻ എന്നുള്ള ഒരു പേര് കൂടെ ഉണ്ട്. അപ്പൊ ഇവരാണെങ്കിൽ വളരെ കാലം കുട്ടികളൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടുമായിരുന്നു. അപ്പോഴാണ് ശിവനും പാർവതിയും അവരിങ്ങനെ പല വേഷത്തിൽ സഞ്ചരിക്കുന്നവരാണല്ലോ. അങ്ങനെ വാനരന്മാരായിട്ട് ജീവിക്കുന്ന ആ ഒരു സമയത്താണ് പാർവതി ദേവി ഗർഭിണിയാകുന്നത്. അപ്പൊ ഇനി ഒരു കുഞ്ഞിനെ പ്രസവിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനും വാനരന്റെ രൂപം തന്നെയായിരിക്കില്ല ഉണ്ടായിരിക്കാം. അതായത് വാനരനായിട്ടിരിക്കുന്ന സമയത്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ വാനര കുഞ്ഞായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പൊ പാർവതി ദേവി പറഞ്ഞു അത് ബുദ്ധിമുട്ടാണ്, കാരണം ഇപ്പൊ തന്നെ ഒരു ആനക്കുട്ടീനെ പ്രസവിച്ചു, ഇനി ഒരു കുരങ്ങുകുട്ടീനെ പ്രസവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മഹാദേവൻ ഈ കുഞ്ഞിനെ അഞ്ജനയ്ക്കും കേസരിക്കും കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുന്നത്. അപ്പൊ ശിവന്റെ കുഞ്ഞാണ്, അങ്ങനെയും കൂടി പറയാറുണ്ട്. ശിവന്റെ അവതാരമാണ് ഹനുമാൻ എന്നും കൂടെ പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞിനെ പാർവതി ദേവിയുടെ ഗർഭത്തിൽ നിന്ന് വായുദേവനാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്, അഞ്ജനയുടെ ഗർഭത്തിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത്. അങ്ങനെയാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് കേട്ടോ, ഹനുമാൻ ജനിക്കുന്നത്. അപ്പൊ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ നല്ല കുറുമ്പനാ, കുട്ടി കുറുമ്പൻ തന്നെ പറയാം. നമ്മൾ ഉണ്ണിക്കണ്ണന്റെ കഥകൾ പറയൂലോ, കുറുമ്പിന്റെ കഥകൾ, അതേപോലെ തന്നെ നല്ലൊരു കുറുമ്പനായിട്ടാണ് ഈ ഹനുമാനും ജനിക്കുന്നത് തന്നെ കേട്ടോ, അത്രയും ചെറുപ്പത്തിൽ തന്നെ. അപ്പൊ ഈ കുട്ടിയാണെങ്കിലും എന്ത് കിട്ടിയാലും അത് വിഴുങ്ങും. ചെറിയ കുട്ടികൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലുമൊക്കെ അവരെ കയ്യിൽ കിട്ടിയാൽ ആദ്യം അത് വായിലേക്കാണ് കൊണ്ടുപോകുക, നന്നായി ഭക്ഷണം കഴിക്കും. അപ്പൊ ചെറിയ കുട്ടിയാണെങ്കിലും കൂടെ നല്ല മിടുക്കും ശക്തിയും ഒക്കെ ഈ ഹനുമാൻ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ദിവസം നന്നായി വിശന്നപ്പോൾ എണീറ്റ് വരികയാണേ. അപ്പൊ അമ്മേനെ കുറെ വിളിച്ചു നോക്കി എന്തെങ്കിലും കഴിക്കാനായിട്ട് കിട്ടുമോ എന്നറിയാൻ. അപ്പൊ അമ്മേനെ കാണാനില്ല. അപ്പൊ അഞ്ജനയാണെങ്കിൽ പഴങ്ങളൊക്കെ ശേഖരിക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കായിരുന്നു. അപ്പൊ ഹനുമാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കി എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കിട്ടുമെന്ന്. അങ്ങനെ നോക്കിയപ്പോഴാണ് ദൂരെ കിഴക്കേ ദിക്കിലെ നല്ല ചുവന്ന് തൊടുത്തിട്ടുള്ള ഒരു പഴം നിൽക്കുന്നുണ്ടായിരുന്നു. സൂര്യനെ ഇങ്ങനെ ഉദിച്ചുയർന്നു വരികയാണേ. സൂര്യനെ കണ്ടപ്പോൾ പഴം തോന്നി, നല്ല പഴുത്ത പഴം. എന്നാ പിന്നെ ഇത് അങ്ങോട്ട് വിഴുങ്ങാം എന്ന് വിചാരിച്ചിട്ട് സൂര്യദേവന്റെ അടുത്തേക്ക് ഇങ്ങനെ പാഞ്ഞു വരിക. സൂര്യന് ചെറുതായിട്ടൊരു പേടിയുണ്ടോ എന്നൊരു സംശയം. അപ്പോഴാണ് ഇന്ദ്രൻ ഇത് കണ്ടത് കേട്ടോ. ഇനിയിപ്പോ വന്നിട്ട് സൂര്യനെ വിഴുങ്ങിക്കഴിഞ്ഞാൽ ആകെ അബദ്ധാവില്ലേ. അങ്ങനെ ഈ കുട്ടീനെ തടയാനായിട്ട് പറ്റണ്ടേ. അപ്പൊ എന്ത് ചെയ്തു, അവസാനം വജ്രായുധം എടുത്തിട്ടൊന്ന് പ്രയോഗിച്ചു, ഒറ്റവെട്ട കൊടുത്തു. അപ്പൊ ഈ വെട്ടുകൊണ്ടത് ഈ ചുണ്ടിന്റെ ഈ താടിയലിന്റെ ഈ ഭാഗത്തായിട്ടാ. അതിനെ ഹനു എന്നാ പറയാ. ഹനു എന്ന് പറഞ്ഞാൽ ഈ താടിയലിന്റെ ഭാഗം. അപ്പൊ അവിടെ വീർക്കുകയും ചെയ്തു, ആ വെട്ട് അവിടെ നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഹനുവിൽ വെട്ടുകൊണ്ടപ്പോഴാണ് ഹനുമാൻ എന്നുള്ള ആ ഒരു പേര് ഹനുമാന് ലഭിക്കുന്നത് കേട്ടോ. അപ്പൊ രണ്ട് പേരുകളുണ്ട്, ഒന്ന് ഹനുമാൻ, ഒന്ന് ആഞ്ജനേയൻ. ആഞ്ജനേയൻ എന്ന പേര് ലഭിച്ചത് അഞ്ജനയുടെ പുത്രനായി ജനിച്ചത് കൊണ്ട്.